ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ്. മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനയിലെ ഏപ്രിൽ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റിൻ്റെ ഡാറ്റ വന്നിരുന്നു. സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് ചൈനയിലെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മെറ്റൽ സ്റ്റോക്കുകളിലും കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ഇന്ത്യയിൽ പ്രത്യേകിച്ച്. ഇനി നമ്മൾ അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. NVIDIA പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. ഒപ്പം NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.62 ട്രില്യൺ ആണ്. തേർഡ് ലാർജസ്റ്റ് കമ്പനിയാണ് വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അമേരിക്കയിലത്തെ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ NVIDIAയുടെ അപ്പർ പ്രൈസ് ബാൻഡൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത മാസങ്ങളിലും NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസിൽ കാണാം. ഒപ്പം മൈക്രോസോഫ്റ്റും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റും NVIDIAയും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലത്തെ സ്റ്റോക്കുകളുടെ ഒരു സ്ഥിതി അസസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിളും നല്ല രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് പലതരത്തിലുള്ള ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഗ്ലോബൽ സിനാരിയോ. ഇനി നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. $2335.2 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ $2371 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മെറ്റൽസ് എല്ലാം തന്നെ ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഫോറക്സ് റിസർവ് റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. $648.7 ബില്യൺ ആണ് നമ്മുടെ ഫോറക്സ് റിസർവ് വരുന്നത്. നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകളും അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ വോളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ റിലേറ്റഡ് ഇഷ്യൂസും ഒരുപക്ഷെ ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റുകളിലൊക്കെ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ച് ഈ ആഴ്ചയും അതുപോലെ തന്നെ അടുത്ത ആഴ്ചയും ഒക്കെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ഇലക്ഷൻ റിസൾട്ട് ജൂൺ 4 വരികയാണ്. നമ്മളെ സംബന്ധിച്ച് ശനിയാഴ്ചയാണ് എക്സിറ്റ് പോൾ വരുന്നത്. അതുകൊണ്ട് തിങ്കളാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ആഴ്ചയിൽ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. പലതരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിൽ പലതരത്തിലുള്ള വോളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ പുറത്തു വന്നിട്ടുള്ള Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ എക്സലൻ്റ് റിസൾട്ടുകളാണ് പല കമ്പനികളും കാഴ്ചവെച്ചിരിക്കുന്നത്. അസ്ട്ര മൈക്രോവേവ് എക്സലൻ്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എക്സലൻ്റ് റിസൾട്ടാണ്. ദിവീസ് ലാബ്, ടോറൻറ്റ് ഫാർമ, NTPC, SML ഇസുസു, ആഫ്ലെ ഇന്ത്യ, ഇതൊക്കെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഓൾറെഡി ഈ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റിൽ പല സ്റ്റോക്കുകളൊക്കെ മുന്നേറിയിരുന്നു, പ്രത്യേകിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ റിസൾട്ട് മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഓർഡർ ബാഗിംഗ് ന്യൂസുകളൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഒപ്പം അസ്ട്ര മൈക്രോവേവ് ഡിഫൻസ് റിലേറ്റഡ് കമ്പനിയാണ്. ഇതിൻ്റെ റിസൾട്ടും വളരെ പോസിറ്റീവാണ്. അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് ഇന്നും ഈ സ്റ്റോക്ക് പ്രൈസിൽ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒപ്പം നമ്മൾ അഡാനി പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അഡാനി എൻ്റർപ്രൈസ് ആയിരിക്കും സെൻസസിലേക്ക് എൻ്റർ ചെയ്യാൻ ആയിരുന്നു. പക്ഷേ അഡാനി പോർട്ടാണ് സെൻസസിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അഡാനി പോർട്ട് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ അഡാനി പോർട്ട് മുന്ദ്ര പോർട്ടിൽ 19,200 20 ഇക്വലൻ്റ് ഫുട്ട് കണ്ടെയ്നർ ഉള്ള ഏകദേശം 400 മീറ്റർ ലെങ്ത്തുള്ളൊരു ഷിപ്പ് അടുപ്പിച്ച് അതിൻ്റെ കണ്ടെയ്നറൊക്കെ അൺലോഡിങ്ങും അപ്ലോഡിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഷിപ്പ് മുന്ദ്ര പോർട്ടിൽ വരുന്നത്. തീർച്ചയായിട്ടും അഡാനി പോർട്ടിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
ഒപ്പം അഡാനി പോർട്ട് വിഴിഞ്ഞാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് ഇന്ത്യ ഗവൺമെൻറ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, അനുമതി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഓവറോൾ അഡാനി പോർട്ടിൻ്റെ ന്യൂസുകളെല്ലാം തന്നെ അഡാനി പോർട്ടിന് പോസിറ്റീവാണ്. ഒപ്പം അഡാനി എൻ്റർപ്രൈസസ് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിൽ നിന്ന് അവരുടെ സ്റ്റോക്ക് തന്നെ ബൈബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസാണ്. അപ്പോൾ അഡാനി എൻ്റർപ്രൈസസ് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ വരുന്ന പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. പ്രത്യേകിച്ച് അഡാനി പവർ, അഡാനി ഗ്രീന്, അഡാനി പോർട്ട്, അഡാനി എൻ്റർപ്രൈസസ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകളും അതിൻ്റെ പ്രോമിസിങ് ആയിട്ടുള്ള ഗൈഡൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹഡ്കോ, IREDA വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നിട്ട് മറ്റ് സ്റ്റോക്കുകൾ ജിയോഫിൻ ആണ്. ജിയോഫിൻ ഡിവൈസ് ആസ് സർവീസ് എന്ന് പറയുന്ന ഡിവൈസ് ലീസിങ്ങിലേക്ക് കടക്കുകയാണ്. റിലയൻസ് റീറ്റെയിലിൽ നിന്ന് 36,000 കോടി വർത്ത് എക്യുപ്മെൻറ്റുകൾ വാങ്ങി കോർപ്പറേറ്റുകൾക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സപ്ലൈ ആണ്. ലീസ് ബേസ്ഡ് ആണ്. വളരെ സേഫ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ബ്ലാക്ക് റോക്ക് ആയിട്ടുള്ള JVയിൽ ETFകളും ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ജിയോഫിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ടാറ്റ പവർ വലിയ എക്സ്പാൻഷനാണ് പ്ലാൻ ചെയ്യുന്നത്. റിന്യൂവബിൾ എനർജീനെ സംബന്ധിച്ച് റിന്യൂവബിൾ എനർജി രംഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ റിലയൻസ് ആഫ്രിക്കയിലേക്ക് എൻ്റർ ചെയ്യാണ്, ഗാനയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ടെക് മഹീന്ദ്രയും റിലയൻസും കൂടിയുള്ള 5G 4G സർവീസസ് ആരംഭിക്കാൻ പോവുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് പൊതുവെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. RVNL ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. RVNLനെ 187.34 കോടി രൂപയുടെ ഓർഡറാണ്. മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്നാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ്, സുസ്ലോൺ ഇതൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് ആണ് കാഴ്ചവെച്ചിരിച്ചിട്ടുള്ളത്. സുസ്ലോൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഡിക്രീസ് വന്നിരുന്നു. അതൊരു അതർ ഐറ്റമാണ്. ഇത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ സുസ്ലോൻ്റെ റിസൾട്ടും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ 50% കോട്ട ഉണ്ടായിരുന്നു കഴിഞ്ഞ ഫോൾ ഓൺ പബ്ലിക് ഓഫറിൽ. ഇന്ന് അതിൻ്റെ ലോക്കിൻ പീരീഡ് മാറുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സെല്ലിംഗ് ഒരു പക്ഷേ മാർക്കറ്റിൽ വന്നേക്കാം. പക്ഷേ ഐഡിയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതുകൊണ്ട് ഐഡിയയിൽ എത്രത്തോളം ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ അൺലോഡിങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് നല്ലതാണ്. ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാം. മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് ബയാസിൽ ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. നിഫ്റ്റിയും സെൻസസും ഒരുപക്ഷെ പുതിയ റെക്കോർഡ് ഹൈ വീണ്ടും ഹിറ്റ് ചെയ്തേക്കാം. അതിനുശേഷമുള്ളൊരു വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷൻസിൽ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അറ്റ് എവരി റൈസിൽ. തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് വരികയാണെങ്കിൽ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും റീ എൻട്രി ചെയ്യാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.